SSLC വിദ്യാർത്ഥികൾക്ക് ടെൻഷൻ കൂടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നത്. SSLCയുടെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 2026 മാർച്ച് 5-ാം തീയതിയാണ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. IT എക്സാമിനേഷൻ, അതുപോലെ മോഡൽ എക്സാമിനേഷൻ വരുന്ന തീയതി എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. SSLC പരീക്ഷ 2026 മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30-ന് അവസാനിക്കും. ഓക്കെ, മാർച്ച് 5-ന് തുടങ്ങിയിട്ട് മാർച്ച് 30-ാം തീയതി വരെയായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ വരുന്നുണ്ടാവുക. അതുപോലെ പരീക്ഷകൾ രാവിലെ സമയത്താണ് ഉണ്ടാവുക. അതായത് 9:30 സമയത്താണ് നിങ്ങളുടെ പരീക്ഷ ഉണ്ടാവുക. പല കുട്ടികൾക്കും ഉച്ചയ്ക്ക് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ രാവിലെ തന്നെയായിരിക്കും മക്കളെ പരീക്ഷ വരുന്നുണ്ടാവുക. 9:30-ക്ക് രാവിലെ നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ പോയിട്ട് എക്സാമിനേഷൻ എഴുതണം. ഓക്കെ, അതുപോലെ IT-യുടെ മോഡൽ പരീക്ഷ ജനുവരി 12 മുതൽ 22 വരെയായിരിക്കും. അത് ഓരോ സ്കൂളിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങളുടെ റോൾ നമ്പറിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ടാവുക. അപ്പൊ ജനുവരി 12 മുതൽ 22 വരെ, അതായത് 2026 തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അങ്ങയുടെ എക്സാമിനേഷന്റെ സീരീസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് IT മോഡൽ പരീക്ഷ ജനുവരി 12 മുതൽ 22 വരെ. ഇനി IT-യുടെ പബ്ലിക് എക്സാമിനേഷൻ, മെയിൻ എക്സാമിനേഷൻ വരുന്നത് ഫെബ്രുവരി 2 മുതൽ 13 വരെയാണ്. അത് ഫെബ്രുവരി മാസത്തേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫെബ്രുവരി 2 തുടങ്ങിയിട്ട് എത്ര വരെ? 13 വരെയാണ് നമ്മുടെ IT പരീക്ഷകളുടെ മെയിൻ എക്സാമിനേഷൻ വരുന്നത്. അതിനുശേഷം SSLCയുടെ മോഡൽ എക്സാമിനേഷൻ ഉണ്ട്. അത് ഫെബ്രുവരി 16 മുതൽ 20 വരെയാണ്. 16, 17, 18, 19, 20 5 ദിവസം കൊണ്ട് നിങ്ങളുടെ മോഡൽ പരീക്ഷകൾ അവസാനിക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു ദിവസം 2 പരീക്ഷ വെച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 5 ദിവസം മാത്രമേ നമ്മുടെ മോഡൽ പരീക്ഷയ്ക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് അപേക്ഷ നവംബർ 12 മുതൽ 19 വരെ, മൂല്യനിർണ്ണയം ഏപ്രിൽ 7 മുതൽ 25 വരെയാണ്. അതുപോലെ ഫലപ്രഖ്യാപനം, അതായത് നമ്മൾ എഴുതിയ SSLCയുടെ റിസൾട്ട് വരുന്നത് മെയ് 8-ാം തീയതിയാണ്. ഈ ഒരു ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മെയ് 8-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ റിസൾട്ട്, SSLCയുടെ റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മക്കളെ, അധികം സമയമില്ല. നമ്മൾ ഇപ്പം മുതലേ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർച്ച് സമയത്തേക്ക് നിങ്ങളുടെ ആ ഒരു ടോപ്പിക്സ് എല്ലാതും കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു നിമിഷം മുതൽ, ഈ ഒരു വീഡിയോ കണ്ട സമയം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് A+ എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മൾ പഠിക്കുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.